നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ശനിയാഴ്ച. ജനവിധി കാത്ത് കേരളം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. ആദ്യ ഫലസൂചനകൾ 8:30. പാലക്കാട് വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവം. 4 പേർ പിടിയിൽ. പ്രതികൾ പിടിയിലായത് തൃശൂരിൽ നിന്നും. 3 കിലോയിലധികം സ്വർണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. തൊഴിലിടങ്ങളിലെ പീഡനം. സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. മഞ്ചേരിയിൽ വീട് കേന്ദ്രീകരിച്ച് അന്ധവിശ്വാസത്തിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നെന്ന പരാതിയിൽ കമ്മീഷൻ റിപ്പോർട്ട് തേടി. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. പോലീസുകാർക്ക് വിശ്രമമുറികളും ഡിവൈഎസ്പി ഓഫീസുമില്ല. കേസ് ഫയലുകൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അടുക്കിവെക്കുന്നത് നിലത്ത്. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതി. കോട്ടപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ നടപടികൾ ആരംഭിച്ചു. ദേശീയപാതയോരത്തുകൂടി പൈപ്പുകൾ സ്ഥാപിക്കും. NOC ലഭിച്ചാൽ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. ആകാംക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8-ന് തുടങ്ങും. ആദ്യ ഫലസൂചനകൾ 8:30 ലഭ്യമായി തുടങ്ങും. കാടിളക്കിയുള്ള പ്രചരണത്തിനും വോട്ടെടുപ്പിനും ശേഷം പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ശനിയാഴ്ച അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും. രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് പ്രവചനാതീതമാണ് കാര്യങ്ങൾ. 3 മുന്നണികളും വിജയം അവകാശപ്പെട്ട് രംഗത്തുണ്ട്. 10,000 മുതൽ 12,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. 12,000 മുതൽ 14,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി പി സരിനും അവകാശപ്പെടുന്നു. 6,000 മുതൽ 8,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ NDA വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും പറയുന്നു. എന്തായാലും നിരവധി ടിസ്റ്റുകൾ കണ്ട പാലക്കാട് ഫലത്തിലും എന്ത് ടിസ്റ്റുണ്ടാകുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അന്തിമ കണക്ക് പ്രകാരം 70.52% പാലക്കാട്ടെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ആർക്ക് അനുകൂലമാകും, പ്രതികൂലമാകും എന്നൊക്കെയുള്ളതിനുള്ള ഉത്തരമാകും തെരഞ്ഞെടുപ്പ് ഫലം. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ 4 പേർ പിടിയിലായി. കണ്ണൂർ സ്വദേശികളായ പ്രബീൻ ലാൽ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ ലിജിൻ രാജൻ, സജിത് സതീശൻ, നിഖിൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. കൂടുതൽ പ്രതികൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് പോലീസ്. വ്യാഴാഴ്ച രാത്രി 8:30 മണിയോടെയാണ് മുഖംമൂടി സംഘം ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്നത്. KM ജ്വല്ലറി ഉടമകളെ ആക്രമിച്ചാണ് സ്വർണം തട്ടിയെടുത്തത്. 3 കിലോയിലധികം സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തിരുന്നു. 2.5 കോടി രൂപയാണ് നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. പ്രതികൾ സ്വർണം തട്ടിയെടുക്കാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നിർദ്ദേശിച്ചു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി നിർദ്ദേശിച്ചു. സ്കൂളുകളിലും പോലീസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമല്ലെന്നും ഇതിനായി പരിശീലന പരിപാടികൾ ഉറപ്പാക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കോടതി ഉത്തരവുകൾ ലഭ്യമായതിനു ശേഷവും
അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാവാത്ത സാഹചര്യമുണ്ട്. അക്കാര്യത്തിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ വേണം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാരണം നിരവധി സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരായ കുടുംബങ്ങളിൽ പോലും ഇതുണ്ടാകുന്നുവെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. അദാലത്തിൽ 56 പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത്. 12 പരാതികൾ തീർപ്പാക്കി. 8 എണ്ണത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടി. 36 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാൻ മാറ്റിവെച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, മഹിളാമണി എന്നിവർ പരാതികൾ കേട്ടു. അഡ്വക്കേറ്റ് സുഹൃതകുമാരിയും വനിതാ കമ്മീഷൻ ലോ ഓഫീസറും സംബന്ധിച്ചു. മഞ്ചേരിയിൽ വീട് കേന്ദ്രീകരിച്ച് അന്ധവിശ്വാസത്തിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നെന്ന പരാതിയിൽ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മഞ്ചേരിയിൽ വീട് കേന്ദ്രീകരിച്ച് അന്ധവിശ്വാസത്തിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നെന്ന പരാതിയിൽ വനിതാ കമ്മീഷൻ ഇടപെട്ടു. മലപ്പുറത്ത് നടന്ന അദാലത്തിൽ വനിതാ കമ്മീഷൻ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടി. മഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത്. മഞ്ചേരി പോലീസ്, ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ, ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത്. പെൺകുട്ടികൾ അടക്കമുള്ളവരെ അന്ധവിശ്വാസത്തിനിരയാക്കുകയും അതിന്റെ മറവിൽ ചൂഷണം ചെയ്യുകയുമാണ് ചെയ്യുന്നതെന്ന് ഈ കേന്ദ്രത്തിൽ നിന്ന് പെൺകുട്ടികൾ അടക്കമുള്ളവരെ രക്ഷിച്ച സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നൽകിയ പരാതിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലും നിയമ നടപടിയും സ്വീകരിക്കാൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി നിർദ്ദേശം നൽകി. ഇത്തരം ചൂഷണങ്ങൾ തടയാനുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. പോലീസുകാർക്ക് വിശ്രമമുറികളും ഡിവൈഎസ്പി ഓഫീസും ഇല്ല. ഡിവൈഎസ്പി ഓഫീസ് പ്രവർത്തിക്കുന്നത് പഴയ CI ഓഫീസ് കെട്ടിടത്തിൽ. കേസുകളുടെ എണ്ണത്തിൽ ജില്ലയിൽ തന്നെ മുൻനിരയിലാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് സ്റ്റേഷൻ, ഡിവൈഎസ്പി ഓഫീസ് തുടങ്ങി 3 സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഒരു വളപ്പിലാണ്. 3ഇടത്തുമായി ശരാശരി 90 പോലീസുകാരാണ് ജോലിക്കുണ്ടാകുക. ഇവർക്ക് ആവശ്യമായ വിശ്രമമുറികളില്ല. പോലീസ് സ്റ്റേഷനു പിൻവശത്തുള്ള ഡോർമെട്രിയിലാണ് വിശ്രമത്തിനായി ആശ്രയിക്കുന്നത്. ഇവിടെയും ആവശ്യത്തിന് കട്ടിലുകളോ കസേരകളോ ഇല്ല. ജോലിക്കിടെ അല്പം വിശ്രമിക്കണമെങ്കിൽ ക്വാർട്ടേഴ്സുകളിലുള്ള സഹപ്രവർത്തകരെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. സ്റ്റേഷനിൽ വരുന്നവർക്ക് ഇരിക്കാൻ ഒരുക്കിയിരിക്കുന്ന മുറിയിലാണ് നിലവിൽ SHO ഇരിക്കുന്നത്. വിവിധ പരാതികളുമായി വരുന്നവരെ ഇരുത്തി സംസാരിക്കാനുള്ള മുറിയില്ല. CI ഓഫീസ് കെട്ടിടമാണ് ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസായി ഉപയോഗിക്കുന്നത്. മണ്ണാർക്കാട്, കല്ലടിക്കോട്, കോങ്ങാട്, ശ്രീകൃഷ്ണപുരം, ചെറുപ്പുളശ്ശേരി, നാട്ടുകൽ സ്റ്റേഷനുകളും മണ്ണാർക്കാട് ട്രാഫിക് സ്റ്റേഷനും ഉൾപ്പെടെ 7 സ്റ്റേഷനുകളാണ് മണ്ണാർക്കാട് സബ് ഡിവിഷനു കീഴിൽ വരുന്നത്. 7 സ്റ്റേഷനുകളിലെ കേസുകളുടെ ഫയലുകൾ സൂക്ഷിക്കേണ്ടത് മണ്ണാർക്കാട് സബ് ഡിവിഷൻ ഓഫീസിലാണ്. സ്ഥലമില്ലാത്തതിനാൽ ഫയലുകൾ നിലത്താണ് അടുക്കി വയ്ക്കുന്നത്. ഡിവൈഎസ്പി വിളിക്കുന്ന യോഗത്തിന് എത്തുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. ഡിവൈഎസ്പിയുടെ മുറിയിൽ തിങ്ങി ഞെരുങ്ങിയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. 2.5 ഏക്കർ സ്ഥലം മണ്ണാർക്കാട് സ്റ്റേഷനുണ്ട്. MLAയോ MPയോ തുക അനുവദിക്കുകയാണെങ്കിൽ വിശാലമായ കെട്ടിടം കെട്ടാനുള്ള സ്ഥലം മണ്ണാർക്കാട് സ്റ്റേഷനിലുണ്ട്. തച്ചനാടുകര സമഗ്ര കുടിവെള്ള പദ്ധതി. കോട്ടുപാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ ദേശീയപാതയോരത്ത് പൈപ്പുകൾ വിന്യസിക്കുന്നതിന് നടപടിയാകുന്നു. NHPWD വിഭാഗം നിരാക്ഷേപ പത്രം നൽകുന്ന പ്രകാരം പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. കരിങ്കലത്താണി മുതൽ അരിയൂർ വരെ 13 കിലോമീറ്റർ ദൂരത്തിലാണ് ദേശീയപാതയോരത്ത് കൂടി പൈപ്പുകൾ ഇടേണ്ടി വരുന്നത്. പാതയുടെ അടി തുരന്നും അരികിലൂടെ തുറന്ന കിടങ്ങ് നിർമ്മിച്ചുമാണ് വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. ജലനാളികളടക്കം നിർമ്മിച്ച് പൈപ്പുകൾ സ്ഥാപിക്കാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഇതിനായി ദേശീയപാത അതോറിറ്റിയിൽ നിന്നും അനുമതി തേടിയെങ്കിലും ഇത് വൈകുകയായിരുന്നു. തുടർന്നാണ് പാതയ്ക്ക് കോട്ടം തട്ടാത്ത തരത്തിൽ പൈപ്പുകളിടുന്നതിന് നടപടികൾ ലഘൂകരിച്ചത്. പെർമിഷൻ ഫീസ് അടക്കം 1 കോടിയോളം രൂപ NHPWDയിൽ ജല അതോറിറ്റി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ജല അതോറിറ്റി NHPWD വിഭാഗം ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. NHൻ്റെയും ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റിയുടെയും NOCക്കായി കാത്തിരിക്കുകയാണ് ജല അതോറിറ്റി. ഇത് ലഭിച്ചാൽ പ്രവൃത്തികൾ ആരംഭിച്ച് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തച്ചനാടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭ്യമാകും എന്ന് തന്നെയാണ്
ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഏതായാലും ഈ പ്രദേശത്തെ 3 ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് മുഴുവൻ കുടിവെള്ളം എത്തിക്കുന്ന ഈ ഒരു പദ്ധതി വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ജനപ്രതിനിധികളായ ഞങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുമൊക്കെ ഉള്ളത്. തച്ചനാടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ 3 ഇടങ്ങളിൽ ദേശീയപാതയ്ക്ക് കുറുകെയും പൈപ്പുകൾ ഇടേണ്ടി വരുന്നുണ്ട്. പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടെ അലനല്ലൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണ ശൃംഖലയിലേക്ക് ബന്ധിപ്പിക്കാനാകും. ചെത്തല്ലൂർ, മുറിയങ്കണ്ടിപ്പുഴ കേന്ദ്രീകരിച്ചാണ് സമഗ്ര കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുക. പുഴയിൽ കിണറും പമ്പ് ഹൗസുമുണ്ട്. പാലോട്, കൂത്തുപറമ്പിൽ ജലശുദ്ധീകരണശാലയുമുണ്ട്. ഇതിനു പുറമെയാണ് നാട്ടുകൽ, തേങ്ങാക്കണ്ടമലയിൽ പുതുതായി ജലസംഭരണി നിർമ്മിക്കുന്നത്. 66 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് ഈ ടാങ്ക്. ഇതിൻ്റെ നിർമ്മാണത്തിനായി ഭൂമി നിരപ്പാക്കുന്നതും മറ്റുമായ പ്രവൃത്തികൾ നടന്നുവരികയാണ്. കൂടാതെ ഗാർഹിക കണക്ഷൻ നൽകലും പൈപ്പ് ലൈൻ ജോലികളും പുരോഗമിക്കുന്നു. കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിൽ 2ാം ഘട്ട പ്രവൃത്തികളാണ് നടക്കുന്നത്. 3 പഞ്ചായത്തുകളിലുമായി 22,000 വീടുകളിലേക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ 201 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. അലനല്ലൂർ കാരയിൽ സംസ്ഥാന പാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് എത്തി ചെടി കണ്ടെടുത്തു. 86 സെന്റിമീറ്റർ ഉയരമുള്ളതാണ് ചെടി. വ്യാഴാഴ്ച രാത്രി ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ എക്സൈസിൽ വിവരമറിയിച്ചു. മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ SP ആദർശും സംഘവും എത്തി ചെടി കണ്ടെടുത്തു. വള്ളിച്ചെടികൾക്കിടയിലുണ്ടായിരുന്ന കഞ്ചാവ് ചെടിക്ക് 86 സെന്റിമീറ്റർ ഉയരമുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഭ, സിവിൽ എക്സൈസ് ഓഫീസർ വിവേക് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സംഭവത്തിൽ കേസെടുത്തതായി എക്സൈസ് അറിയിച്ചു. CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളനം നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി പാലപ്പുറത്ത് വെച്ച് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് നവംബർ 22 മുതൽ സെമിനാറുകൾ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയ നിരവധി പരിപാടികൾ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായാണ് നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി ഒറ്റപ്പാലം ഏരിയ സമ്മേളനം പാലപ്പുറത്ത് വെച്ച് നടക്കുന്നത്. നവംബർ 22 മുതൽ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അനുബന്ധ പരിപാടികൾക്ക് തുടക്കമാകും. 22 മുതൽ 25 വരെ വൈകിട്ട് 6 മുതൽ ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ DYFI സംഘടിപ്പിക്കുന്ന ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കും. 23-ന് പാലപ്പുറത്ത് വെച്ച് ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ രചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കും. 24-ന് AJB സ്കൂളിൽ വെച്ച് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി, വടംവലി, ഡാൻസ് എന്നിവ അരങ്ങേറും. 26-ന് ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ നൃത്താവിഷ്കാരവും സെമിനാറും നടക്കും. 27-ന് ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ വെച്ച് പ്രദേശത്തെ കലാകാരന്മാരെ ആദരിക്കും. കൂടാതെ നാടൻപാട്ടും അരങ്ങേറും. 28-ന് ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ വൈകിട്ട് 6-ന് സെമിനാർ സംഘടിപ്പിക്കും. സ്വാമി സന്ദീപാനന്ദഗിരി വിഷയാവതരണം നടത്തും. രാത്രി 7-ന് അലോഷിയുടെ ഗാനസന്ധ്യയും ഉണ്ടാകും. നവംബർ 30-ന് പ്രതിനിധി സമ്മേളനം നടക്കും. EN സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 1 വൈകിട്ട് 6-ന് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ S കൃഷ്ണദാസ് പറഞ്ഞു. 30-ാം തീയതി രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. 1-ാം തീയതി ഉച്ചയോടുകൂടി പ്രതിനിധി സമ്മേളനം അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിന്റെ മുന്നോടിയായി നമ്മുടെ ഒറ്റപ്പാലം NSS കോളേജിന്റെ പരിസരത്ത് നിന്ന് റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിക്കും. ആ റെഡ് വളണ്ടിയർ മാർച്ചിനോടൊപ്പം തന്നെ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഏതാണ്ട് 10,000-കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രകടനവും പൊതുസമ്മേളനം നടത്താനാണ് തീരുമാനിച്ചത്. പ്രതിനിധി സമ്മേളനം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് EN സുരേഷ് ബാബുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതുസമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് M സ്വരാജാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ K രാജേഷ്, പാലപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C മാധവൻ തുടങ്ങിയവരും പങ്കെടുത്തു. കൊപ്പത്തുമിനി ഫുട്ബോൾ ആരവം. കരിങ്ങനാട് 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നേതൃത്വം നൽകുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ 24-ന് ആരംഭിക്കും. സെവൻസിലെ മുൻനിര ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം വളാഞ്ചേരി റോഡിൽ പെട്രോൾ പമ്പിന് സമീപമാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. നവംബർ 24 വൈകുന്നേരം 7:30-ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സന്നദ്ധ പ്രവർത്തകരും വ്യാപാരികളും പങ്കെടുക്കും.
സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്കാട്ട് കോയ എന്ന ലാലയും കുഞ്ഞാപ്പുവും വിശിഷ്ടാതിഥികളാകും. തുടർന്ന് 8:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ജിംഖാന തൃശ്ശൂരും BFC പാണ്ടിക്കാടും തമ്മിൽ ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ പുതിയ ടെക്നോളജി പ്രകാരമുള്ള സ്മാർട്ട് എൻട്രിയും ഒരുക്കിയതായി സംഘാടക സമിതി ചെയർമാൻ KV കമറുദ്ദീൻ, കൺവീനർ C സത്താർ, ഖജാൻജി MT അസ്ലം, വൈസ് പ്രസിഡന്റ് KT അക്ബർ, ജോയിന്റ് കൺവീനർ NK ഷിഹാബ്, ഭാരവാഹികളായ E സിദ്ദീഖ്, PT അബ്ദുൽ ലത്തീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളി നടത്തുന്നത്. അത് കൊപ്പം ജനകീയ കൂട്ടായ്മയും കൊപ്പത്തുള്ള നാനാഭാഗങ്ങളിലുള്ള ആ പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഫുട്ബോൾ മത്സരം നടത്തുന്നത്. 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 25 വർഷത്തോളമായിട്ട് കരിങ്ങനാട് പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു ക്ലബ്ബാണ്. ഈ ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അവിടെയുള്ള സകലമാന പ്രവർത്തനങ്ങൾ, അതേപോലെ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ അവർ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. 10 വർഷത്തോളമായിട്ട് ഭക്ഷ്യക്കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യാണ്. അതിലും ഉപരി ഫുട്ബോൾ മേഖലയിൽ കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക്, ക്രിക്കറ്റ്, സ്പോർട്സ് മേഖലകളിൽ എല്ലാം നമ്മളുടെ ആ ക്ലബിൽ കുട്ടികളുണ്ട്. ഏകദേശം 100ഓളം കുട്ടികൾ ആ ക്ലബിൽ അംഗമായിട്ടുള്ള കുട്ടികൾ നമുക്ക് അവിടെ ഉണ്ട്. അവരുടെ കളിക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ എല്ലാ മേഖലയിലേക്ക് അവരെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടും ഈ ക്ലബ്ബ് വളരെയധികം പ്രയത്നം ചെയ്യുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിന് ഉതകുന്ന തരത്തിലുള്ള സ്മാർട്ട് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പരിപാടിയിലേക്ക് നമ്മളായിട്ട് സഹകരിക്കുന്ന കൊപ്പത്തെയും ചുറ്റുവട്ടത്തുള്ള കച്ചവടക്കാർക്കും അവർക്കതിൻ്റെ ഗുണം കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമായി നമ്മളൊരു പ്രത്യേകമായി ഒരു കൂപ്പൺ ഒരുക്കിയിട്ടുണ്ട്. ഈ കൂപ്പൺ തികച്ചും നമ്മളുടെ കാണികൾക്ക് ഫ്രീ ആയിട്ടാണ് ഇത് നൽകുന്നത്. നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുക എന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂപ്പൺ നമ്മളവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സീസൺ ടിക്കറ്റ് ആയിട്ടുള്ള സ്മാർട്ട് എൻട്രി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് നൽകുന്നതോടൊപ്പം തന്നെ നമ്മളായിട്ട് സഹകരിച്ചിട്ടുള്ള, സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മുഴുവൻ കച്ചവടക്കാർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒറ്റപ്പാലം ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് നവംബർ 24 മുതൽ തുടക്കമാകും. 7 ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ പ്രഥമ സപ്താഹയജ്ഞത്തിനാണ് ഇത്തവണ വേദിയാകുന്നത്. ഒറ്റപ്പാലം സ്വദേശിനി ഭാഗവതരത്നം ഉഷ അച്ചുണ്ണി യജ്ഞാചാര്യയാകും. നവംബർ 24 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലത്തോടെയുള്ള ആചാര്യവരണ എഴുന്നള്ളിപ്പ് നടക്കും. 5-ന് ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ ദീപം തെളിയിക്കുന്നതോടെ സപ്താഹത്തിന് തുടക്കമാകും. മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024 നവംബർ മാസം 24 മുതൽ ഞായറാഴ്ച ആചാര്യ ഭരണത്തോടു കൂടെ ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ, ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. 7 ദിവസമായി നടക്കുന്ന ഈ സപ്താഹം ഞങ്ങൾ കമ്മിറ്റിക്കാർ വളരെ വിപുലമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സപ്താഹത്തോടനുബന്ധിച്ച് തന്നെ 7 ദിവസമായി നമ്മുടെ മാതൃസമിതിയുടെയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭക്തരുടെയും അതുപോലെ കുട്ടികളുടെയും വിവിധ പരിപാടികളോടുകൂടി ഞങ്ങൾ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുക. ആദ്യമായി ആചാര്യവരണം, അത് കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കാലമെടുപ്പോടുകൂടി 101 പേർ അമ്മമാരും കുട്ടികളും അടക്കം 101 പേർ കാലമായി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ആചാര്യവരണം ചെയ്യുകയാണ്. സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് 7 ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഡിസംബർ 1-ന് സപ്താഹത്തിന് സമാപനമാകും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥ് ചെമ്പുള്ളി വാപ്പാല, സെക്രട്ടറി മുരളീകൃഷ്ണൻ കുട്ടാട്ട്, ഖജാൻജി A ജയകുമാർ, കോർഡിനേറ്റർ KK സാജൻ,
എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സി രാമചന്ദ്രൻ, പി ബാബുരാജ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥൻ പഞ്ചവടി, സെക്രട്ടറി ബേബി പുത്തൂരത്ത് എന്നിവർ പങ്കെടുത്തു. നവതിയുടെ നിറവിൽ അക്ഷരശ്ലോക ആചാര്യൻ ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി വി രാമചന്ദ്ര അയ്യർ. മലയാളം, സംസ്കൃതം ഭാഷകളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും നിസ്തൂലമായ സംഭാവനകളാണ് രാമചന്ദ്ര അയ്യർ ഇക്കാലയളവിൽ നൽകിയത്. എത്തുവോളം വരെ വിപുലഭവപാതയോരത്തുകൂടി പാന്തൻ മുന്നോട്ടു പോയേ കഴിയൂ. കടൽ കുഴഞ്ഞൂഴിയിൽ വീഴുവോളം കാത്തിട്ടും കാര്യമില്ലീ വഴിയിലിനിയും. ആസന്നമാം സാന്ധ്യകാലത്തെത്താനില്ലാരുമീ യാത്രികനൊരു തുണയായി. ശ്ലോകങ്ങളിലെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന അക്ഷരശ്ലോകം ആചാര്യൻ ചുനങ്ങാട് സുദർശനം വീട്ടിൽ വി രാമചന്ദ്ര അയ്യരാണ് 90 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്നത്. മലയാളം, സംസ്കൃതം ഭാഷകളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് റിട്ടയർഡ് മലയാള ഭാഷാധ്യാപകനായ രാമചന്ദ്ര അയ്യർ തന്റെ ജീവിതം കൊണ്ട് നൽകിയത്. 1934 കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ രാമപുരത്തായിരുന്നു രാമചന്ദ്ര അയ്യരുടെ ജനനം. രാമപുരത്തെ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രാമചന്ദ്ര അയ്യർ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് മലയാളം സാഹിത്യത്തിൽ ബിരുദം നേടിയത്. തുടർന്ന് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദനൻ ഹൈസ്കൂളിൽ മലയാള ഭാഷാധ്യാപകനായി ജോലി ആരംഭിച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ ശ്ലോകങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. സുഹൃത്തുക്കളും അതിന് കൂട്ടായി. തന്നെ ഈ ലോകത്തോടും കവിതയോടും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളുകളിൽ നടത്തുന്ന ശ്ലോക സദസ്സിലും മത്സരങ്ങളിലും പങ്കെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്മഥ സാറിൻ്റെ ശ്ലോകം കേട്ടിട്ട് അതിനോടുള്ള താല്പര്യം വർദ്ധിച്ചത്. BB ബുക്ക് ഡിപ്പോയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കാളിദാസൻ്റെ ശാകുന്തളം, മലയാള ശാകുന്തളം വരുത്തി അത് പഠിച്ചു. തുടർന്ന് കുമാരനാശാൻ്റെ കവിതകൾ പഠിച്ചു. പിന്നെ കൂട്ടുകാരുമൊത്ത് ഒന്നിച്ച് ശ്ലോകം ചൊല്ലുക എന്നുള്ളത് ഒരു താല്പര്യമുള്ള കാര്യമായിരുന്നു, ഒരു ഹോബിയായിട്ട്. 1963 സർക്കാർ ജോലി കിട്ടി, PSC നിയമനം കിട്ടി. നിലമ്പൂർ മാനവേദന ഹൈസ്കൂളിൽ അധ്യാപകനായി. അവിടെ വെച്ചും എൻ്റെ കുട്ടികളെ ആദ്യ ശ്ലോകം പഠിപ്പിച്ചു. തുടർന്ന് അവിടെയുള്ള താല്പര്യമുള്ള ചില രക്ഷിതാക്കളെ കുട്ടികളെ ശ്ലോകം പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ശ്ലോകം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ധാർമ്മികമായ ഒരു ചുമതലയായിട്ട് മാറി. 90 റിട്ടയറായിട്ട് ചുനങ്ങാട് വന്നു. ഇവിടെ അമൃതഭാരതി എന്നുള്ള അക്ഷര ശ്ലോക സമിതി സ്ഥാപിച്ചു. അതിൽ സംസ്കൃത പഠനം, അക്ഷരശ്ലോക പഠനം, കാവ്യകളി പഠനം, പദ്യപാരായണ പഠനം ഇതൊക്കെ കുട്ടികൾക്ക് പകർന്നു കൊടുത്തിരുന്നു. ഇതൊന്നും ഇതുവരെയും യാതൊരു ഫീസും വാങ്ങിയിട്ടല്ല, തികച്ചും സൗജന്യമായിട്ടാണ്. കാരണം ഈ മാതാവിനെ ശുശ്രൂഷിക്കുന്നതിന് നമ്മൾ പ്രതിഫലം പറ്റാറില്ലല്ലോ. അതുപോലെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അത് വളർത്തിക്കൊണ്ടുവരിക, അടുത്ത തലമുറയിൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. 1990 മാർച്ച് 31 അധ്യാപക ജോലി അവസാനിപ്പിച്ച് വള്ളുവനാടിന്റെ മണ്ണായ ഒറ്റപ്പാലത്തേക്ക് രാമചന്ദ്ര അയ്യർ എത്തി. വള്ളുവനാടിനോടുള്ള പ്രത്യേക സ്നേഹം തന്നെയാണ് ഇതിന് കാരണം. തുടർന്ന് അക്ഷരശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നതിനായി അമൃതഭാരതി കേന്ദ്രം ആരംഭിച്ചു. 100-ലധികം വിദ്യാർത്ഥികളാണ് ഇതിനകം രാമചന്ദ്ര അയ്യരിൽ നിന്നും അക്ഷരശ്ലോകങ്ങൾ സംയുക്തമാക്കിയത്. കുട്ടികളുടെ കഴിവിനെ വളർത്തുക, അവർക്ക് ഇത് പഠിക്കാനുള്ള കഴിവ്, അത് നിലനിർത്താനുള്ള കഴിവ്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, ഉച്ചാരണശുദ്ധി ഉണ്ടാക്കുക, ഇതെല്ലാം. അങ്ങനെ ധാരാളം കുട്ടികൾ ഇപ്പോൾ അവരുടെ വീടുകളിൽ പോയാൽ ഷോക്കേസുകളിൽ നിറയെ ട്രോഫികൾ കാണാം, അക്ഷരശ്ലോകത്തിൻ്റെയും കാവ്യകലയുടെയും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതൃഭാഷയാണ്.
പുറം രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരുടെ കുട്ടികളൊക്കെ മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. അവർ മുതലാളിമാരാവും, പക്ഷേ മലയാളിമാരല്ലാതാവും. ആ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു നഷ്ടം നികത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഈ ശ്ലോക പഠനത്തിൽ കൂടി ലക്ഷ്യമാക്കുന്നുണ്ട്. കർമ്മഭൂമിയുടെ കണ്ണുനീർ, കേരള ദർശനം, ഭാവസ്ഥിരാണി ജ്ഞാനാന്തര സഹൃദാനി, നാരായണീയം തുടങ്ങിയ പുസ്തകങ്ങളും രാമചന്ദ്ര അയ്യരുടെ തൂലികയിൽ നിന്നും പിറന്നവയാണ്. 2021 അക്ഷരശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അക്ഷരശ്ലോകസാഗരം എന്ന പേരിൽ 5 പതിപ്പുകളിലായി പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കുമാരനാശാൻ കാവ്യശ്രീ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങളും രാമചന്ദ്ര അയ്യരെ തേടിയെത്തി. മക്കളും രാമചന്ദ്ര അയ്യരുടെ ശിഷ്യവൃന്ദങ്ങളും ഒറ്റപ്പാലത്ത് പ്രബുദ്ധ പൗരാവലിയും ചേർന്ന് രാമചന്ദ്ര അയ്യരുടെ നവതി വൻ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ്. നവംബർ 24 ഞായറാഴ്ച ചുനങ്ങാട് മോഡേൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാമചന്ദ്ര അയ്യരുടെ നവതി ആഘോഷം നടക്കും. സമിതിയുടെ ആചാര്യനായ രാമചന്ദ്ര അയ്യരുടെ നവതി ആഘോഷമാണ് അടുത്ത ഞായറാഴ്ച 24-ാം തീയതി ഞായറാഴ്ച കൊട്ടേക്കാവിന് സമീപത്തുള്ള മോഡേൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. ശിഷ്യരും അദ്ദേഹത്തിൻ്റെ മക്കളും ചേർന്ന്, നാട്ടുകാരും ചേർന്ന് അതൊരു മഹാ ഉത്സവമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിനുള്ള ഒരുക്കങ്ങളുള്ള തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നായിട്ടൊരു 10-650 ആൾക്കാർ പങ്കെടുക്കുന്നതാണ് വിചാരിക്കുന്നത്. മിക്കവരും മാഷടമാരി ഒരു 60-ന് ശേഷം 80-നുള്ളിലുള്ള ആൾക്കാരായിരിക്കും. മാഷോടുള്ള താല്പര്യം കൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരാണ്. അപ്പോൾ മാഷയ്ക്ക് എത്രയും പ്രിയപ്പെട്ടൊരു അവസരമാണ്. അത് ഞങ്ങൾ ഏറ്റവും മാഷ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ട് അതായത് വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. വെച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങി എൻ്റെ മേൽഗതിക്കു വാഞ്ചയ പരിശ്രമിച്ച. കല്ലടിക്കോട് പ്രദേശവാസികളും കാട്ടുപന്നി ഭീതിയിൽ. കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. പൊന്തക്കാടുകളാണ് പന്നികളുടെ വാസസ്ഥലം. കല്ലടിക്കോട് മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിച്ചും മനുഷ്യജീവൻ അപായപ്പെടുത്തിയും രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ വിഹരിക്കുകയാണ്. മലയോര മേഖല വിട്ട ഇപ്പോൾ പന്നികൾ കൂട്ടത്തോടെ നാട്ടിലെത്തുന്നു. കാട്ടുപന്നികളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ആശങ്കയ്ക്കപ്പുറം ഭീതിയും ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കാട്ടുപന്നിയിടിച്ച ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള യുവാവ് അപകടനില തരണം ചെയ്തിട്ടില്ല. വാക്കോട് പാങ്ങ പ്രദേശത്ത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ നിയന്ത്രണത്തിലുള്ള കനാൽ ഭാഗത്താണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടുള്ളതെന്നും പൊന്തക്കാടും മാലിന്യവും പന്നികളുടെ വാസസ്ഥലമായി മാറിയെന്നും നാട്ടുകാർ പറയുന്നു. കാട്ടുപന്നി ശല്യം തടയാൻ അടിയന്തര നടപടി ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നമുക്ക് ഒരു വെളുപ്പാങ്കാലത്തോ അല്ലെ ഒരു സന്ധ്യ സമയത്ത് ഒരു ആവശ്യത്തിന് നമുക്ക് ഇതിൽ ഇറങ്ങണമെങ്കിൽ ഭയങ്കര പാടാണ്. നടന്ന് പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ തന്നെ നമുക്ക് നല്ല പാടുണ്ട്. മറ്റൊന്നും ഒരു പന്നി കയറി വന്നാൽ നമ്മൾ കാണില്ല. അതുപോലെ തന്നെ പെൺപിള്ളേർ സ്കൂട്ടിക്ക് പോകുന്ന പിള്ളേരുണ്ട്. 3 ഏക്കറിൽ നിന്ന് മകൾ വരുമ്പോൾ അവൾ പറഞ്ഞു ഇതുപോലെ ഭയങ്കര വിഷമാണ്, ഒരു കാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കയറി വന്നാൽ നമുക്ക് പറ്റുന്ന പിള്ളേർക്ക് വണ്ടി പിടിച്ചാൽ കിട്ടണ്ടേ. അവൾ ഇന്നലെ വന്നപ്പോൾ അവൾ പറയുകയാണ്. അധികാരികൾ ഇതിന് എന്താണെങ്കിൽ ഇതിനുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ലൈറ്റുകൾ ഇവിടെങ്ങും ലൈറ്റുകളില്ല, അതിനുള്ള ലൈറ്റുകൾ വിടണം. പന്നി കാരണം വാഴ വെച്ചിട്ടുണ്ട്, വാഴയൊക്കെ തട്ടി നിരത്താണ്. റബ്ബർ തൈ വെച്ചിട്ടുണ്ട്, റബ്ബർ തൈ കട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ശല്യമാണ് പന്നിയെ കൊണ്ട്. മൊത്തത്തിൽ കൃഷി ചെയ്യാൻ പറ്റണ്ടേ. പന്നി അവിടെ കരിമ്പിട്ടിരിക്കുന്ന കരിമ്പ് തിന്നുകൊണ്ടിരിക്കുക, കരിമ്പ്. പിന്നെ ഇവിടെ മുഴുവൻ വേസ്റ്റുകൾ കൊടുത്തിട്ട് വേസ്റ്റുകൾ പന്നി തിന്നുകയാണ്. അപ്പം നമുക്കൊരു കാൽനട യാത്രക്കാർക്ക് പോലും നമ്മുടെ ശാരീരികക്ഷമത നിലനിർത്താൻ പറ്റും. നമ്മൾ നടക്കാൻ വരികയാണ്. അപ്പം നമ്മൾ പേടിച്ചാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മൾ. കനാലിൻ്റെ 2 വശങ്ങളും കാട് കയറി മൂടി അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മാറാൻ, ഇന്ന് രാവിലെ എനിക്കിട്ടൊരു ലോറി ഞാൻ സൈഡ് മാറാൻ നോക്കുമ്പോഴത്തേലും വണ്ടി സ്പീഡിൽ അങ്ങ് പോവുകയായിരുന്നു. അപ്പം നമുക്ക് വണ്ടികളിൽ നിന്നും അപകടം ഉണ്ടാകുക, നമുക്ക് മാറി നിൽക്കാനുള്ള സ്ഥലങ്ങൾ പോലും ഇല്ല റോഡ് സൈഡിൽ. അതാണ് മെയിനായിട്ട് ഇപ്പം പ്രശ്നം. ഈ കാട് കയറിയും ഈ ആനത്തൊട്ടാവാടി കയറി മൂടിയിരിക്കുകയാണ്. നമുക്ക് വണ്ടികൾ വരുമ്പോഴത്തേക്കും സൈഡ് മാറാൻ സ്ഥലമില്ല. പിന്നെ പല പ്രാവശ്യം പാമ്പുകളെ കണ്ടു. പാമ്പെന്ന് പറഞ്ഞാൽ സാധാരണ പാമ്പല്ല, മൂർഖൻ പാമ്പിനെ പല പ്രാവശ്യം കാണുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ പള്ളിയിലെ കൈക്കാനൻ ബിജു എന്ന് പറഞ്ഞ പുള്ളി, ഞാനിങ്ങനെ രാത്രി നടന്നു പോകുമ്പോൾ പുള്ളിയും കണ്ടു. അപ്പം അങ്ങനെ ഇഴജന്തുക്കൾ എല്ലാ രീതിയിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് എന്തെങ്കിലും ഈ കാടെല്ലാം വെട്ടി വൃത്തിയാക്കാൻ മതി എന്നുള്ളത് അല്ലേ. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.
വാർത്തകളിലേക്ക്. അപകടം പതിവായ പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. തെക്കുമുറിയിലും ശങ്കരമംഗലം ആനവളവിലും ഇതിന്റെ ഭാഗമായി റോഡരികിനോട് ചേർന്ന റബ്ബറൈസിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ശങ്കരമംഗലം ആനവളവിൽ 100 മീറ്റർ നീളത്തിലും തെക്കുമുറി വളവിൽ 60 മീറ്റർ നീളത്തിലുമാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ഇവിടങ്ങളിൽ നേരത്തെ റോഡ് വീതി കൂട്ടി ഇരുവശത്തും കോൺക്രീറ്റ് ചെയ്തിരുന്നതാണ്. കോൺക്രീറ്റ് ഭാഗങ്ങളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങളും വിട്ടൊഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ആവശ്യമായ പരിശോധനകൾ നടത്തി റോഡിന് ഇരുവശവും റബ്ബറൈസ് ചെയ്യുന്ന പ്രവൃത്തികൾ നടപ്പാക്കാൻ തീരുമാനിച്ചത്. കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിൽ പാലങ്ങളിൽ നടപ്പാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടപ്പാക്കി സുരക്ഷ ഒരുക്കുകയാണ് ചെയ്യുന്നത്. 14 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തികൾ. 3 ദിവസത്തിനകം ശങ്കരമംഗലത്തെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. തുടർന്ന് തെക്കുമുറിയിലും പ്രവൃത്തികൾ ആരംഭിക്കും. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ സംഘടിപ്പിക്കുന്ന മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഹയർ സ്റ്റഡി എക്സ്പോ ദിശ 2024 നെല്ലിപ്പുഴ ദാറുൻ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ദിശ സഹായകമാകുമെന്ന് MLA പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് അവർക്ക് കോച്ചിങ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇൻഫർമേഷൻ കോച്ചിങ്ങുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ കുട്ടികൾക്ക് പല കാരിയറുകളുണ്ട്. ദിശയിലൂടെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ധാരാളം കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു. തങ്ങളുടെ അഭിരുചി എന്താണോ ആ അഭിരുചിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് കോർഡിനേറ്റർ ഡോക്ടർ CM അസീം, നഗരസഭാ കൗൺസിലർ M മുഹമ്മദ് ഇബ്രാഹിം, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ T ഗിരി, പ്രിൻസിപ്പൽ K മുഹമ്മദ് കാസിം, മണ്ണാർക്കാട് ഉപജില്ലാ പ്രിൻസിപ്പൽ ഫോറം കൺവീനർ A ബിജു, പ്രധാനാധ്യാപിക KA സൗദത്ത് സലീം, പഴേരി ഷെരീഫ്, PK അബ്ബാസ്, കപൂരൻ സമദ്, TS സലാം, T സന്തോഷ്, T ഹാഷിം എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കോഴ്സുകളിലെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട സാധ്യതകളെക്കുറിച്ചുള്ള സെമിനാറുകൾ ഉണ്ടാകും. ജില്ലയിലെ സർക്കാർ മേഖലയിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളിൽ കോഴ്സുകളും സാധ്യതകളും പരിചയപ്പെടുത്തും. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 26 ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുള്ള 2000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ തനിമ സാംസ്കാരിക പ്രദർശനം സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കേരള തനിമ വിളിച്ചോതുന്ന കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ കഥകളി, ഓട്ടൻതുള്ളൽ, മോഹിനിയാട്ടം തുടങ്ങിയ വിവിധ കലാരൂപങ്ങളുടെ അവതരണവും ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം, തനതായ കലകൾ, ഭാഷ, സാഹിത്യം എന്നിവ പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാംസ്കാരിക പ്രദർശനം നടന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ അധ്യക്ഷയായി. മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ KP സക്കീർ ഹുസൈൻ, കുഞ്ഞമ്മു പാറോക്കോട്ടിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഹംസപ്പ, എഴുത്തുകാരൻ ഇബ്നു അലി എടത്തനാട്ടുകര, KSHM ആർട്സ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ N അബ്ദുൽ ബാരി, എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര, റിട്ടയർഡ് DFO P ഉമ്മർ, PTA പ്രസിഡന്റ് MP നൌഷാദ്, സ്റ്റാഫ് കൺവീനർ C മുഹമ്മദ് അലി, പ്രധാനാധ്യാപിക KM ഷാഹിന സലീം, MPTA പ്രസിഡന്റ് C റുബീന തുടങ്ങിയവർ പങ്കെടുത്തു. കേരള തനിമ വിളിച്ചോതുന്ന കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ കഥകളി, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം തുടങ്ങിയ വിവിധ കലാരൂപങ്ങളുടെ അവതരണവും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ശനിയാഴ്ച. ജനവിധി കാത്ത് കേരളം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. ആദ്യ ഫലസൂചനകൾ 8:30യോടെ. പാലക്കാട് വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവം. 4 പേർ പിടിയിൽ. പ്രതികൾ പിടിയിലായത് തൃശൂരിൽ നിന്നും. 3 കിലോയിലധികം സ്വർണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. തൊഴിലിടങ്ങളിലെ പീഡനം. സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. മഞ്ചേരിയിൽ വീട് കേന്ദ്രീകരിച്ച് അന്ധവിശ്വാസത്തിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നെന്ന പരാതിയിൽ കമ്മീഷൻ റിപ്പോർട്ട് തേടി. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. പോലീസുകാർക്ക് വിശ്രമമുറികളും DYSP ഓഫീസുമില്ല. കേസ് ഫയലുകൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അടുക്കി വയ്ക്കുന്നത് നിലത്ത്.
തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതി. കോട്ടപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ നടപടികൾ ആരംഭിച്ചു. ദേശീയപാതയോരത്തുകൂടി പൈപ്പുകൾ സ്ഥാപിക്കും. NOC ലഭിച്ചാൽ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.